നല്ല അടിപൊളി സ്റ്റേ ആണ്, നല്ല അടിപൊളി അപ്പാർട്ട്മെൻ്റ് ആണ്. ഇതാണ് സംഭവം. കറിയും നെയ്ച്ചോറും. ഇവിടെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ചിലപ്പോൾ പിക്നിക്കാന്ന് തോന്നുന്നു. നമുക്കൊരു റോഡ് മൊത്തം ക്ലീൻ ആക്കാന്ന് തോന്നുന്നു. നജീബ് ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ബസ് ഡ്രൈവർ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇവിടെ കുറേ നല്ല അടിപൊളി ബിരിയാണിയാണ്. ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം എനിക്ക് നോക്കിയാൽ എൻ്റെ സൈക്കിള് കാണാൻ പറ്റും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ക്യാമ്പ് ചെയ്ത ക്യാമ്പിംഗ് സൈറ്റാണിത്. നല്ല അടിപൊളി ക്യാമ്പിംഗ് സൈറ്റ് ആയിരുന്നു. നല്ല റിലാക്സ് ആയിട്ട്, ഫ്രീ ആയിട്ട്, മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് കിടന്നുറങ്ങി. കാരണം സാധാരണ റോഡ് സൈഡിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ആരെങ്കിലും വരുമോ, നായ്ക്കൾ വരുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, പോലീസുകാർ വരുമോ. ഇന്നലെ അതൊന്നുമില്ല. ഇന്നലെ നല്ല കൂളായിട്ട് തൊട്ടടുത്ത് അടിപൊളി ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് ഫ്രഷായി കിടന്നുറങ്ങി. ഇവിടെ ചെറിയൊരു ഗാർഡൻ പോലെ ഉണ്ട്. എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന്, കുറേ ചെയറൊക്കെ കൊണ്ടിടുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാനിപ്പോൾ ഇറങ്ങും. സമയം 8:30 ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ഡിലേ ആണ്. ഇവിടെ കുറേ ഹട്ടൊക്കെ കാണുന്നുണ്ട്, താമസിക്കാനുള്ള ഹട്ടുകളുണ്ട്. അത് കൂടാതെ ക്യാമ്പ് ചെയ്യാനുള്ള, നമ്മൾ വാഹനങ്ങളായിട്ടോ ടെൻ്റൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ടെൻ്റ് ചെയ്യാനുള്ള സ്ഥലവും കൂടി ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പൊസ്നാൻ എത്തുന്നതിന് മുമ്പാണ്. പൊസ്നാനിലേക്ക് ഇവിടുന്ന് 46 കിലോമീറ്ററാണ് ഇനിയുള്ളത്. അതിന് മുമ്പാണ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. അല്ലോ, ഒരു സാധനം എടുക്കാൻ മറന്നുവല്ലോ. ഇവിടെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ചിലപ്പോൾ പിക്നിക്കാന്ന് തോന്നുന്നു. യെസ്, ഇറ്റ്സ് പിക്നിക്. കുറേ ആളുണ്ടല്ലോ. ഹായ്, ഇത് ഇവരുടെ പിക്നിക്കാണ്. എല്ലാവരും കൂടി സ്കൂളിൽ നിന്ന് കളിക്കാൻ വന്നു തോന്നുന്നു. അപ്പോൾ യാത്ര തുടങ്ങിയാലോ? ഞാൻ ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലത്താണ്. ഞാൻ ഇവിടെ ക്യാമ്പ് ചെയ്തു എന്നുള്ളതിനുള്ള ഒരു അടയാളമോ ഒരു വേസ്റ്റോ ഒരു കഷ്ണം പേപ്പറോ ഒന്നും തന്നെ ഞാൻ അവിടെ എവിടെയും കളഞ്ഞു പോകാറില്ല. ഒക്കെ ഞാൻ എടുത്തിട്ട് വേസ്റ്റ് ബിന്നിലാണ് കൊണ്ടിടുക. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ വേസ്റ്റൊക്കെ അവിടെ തന്നെ ഇട്ടേച്ച് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും വരുന്ന ടൂറിസ്റ്റുകൾക്ക് പെർമിഷൻ കിട്ടാനും നല്ല രീതിയിൽ നിൽക്കണമെങ്കിലൊക്കെ നമ്മൾ ആ സ്ഥലം ക്ലീൻ ആക്കിയിട്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഞാൻ ചെയ്യാറിങ്ങനാണ്. വേസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും വെക്കും. ഇനി ഡസ്റ്റ്ബിൻ കിട്ടുമ്പോൾ അതിലേക്ക് ഇടും. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയാലോ? ഹൈവേ പോലത്തെ ഒരു റോഡ്. ഹൈവേ ആണോന്ന് എനിക്ക് അറിയില്ല. കണ്ടിട്ടൊരു ഹൈവേൻ്റെ ലുക്ക് ഉണ്ട്. ഞാൻ 2 കൽപ്പിച്ച് പോകുന്നുണ്ട്. കാരണം എനിക്ക് വേറെ റൂട്ടൊന്നും ഇല്ല ഇതിലൂടെ പോകാൻ. ആകെയുള്ള റൂട്ട് ഇതാണ്. പിന്നെ ഞാൻ ഇതിലങ്ങോട്ട് കയറ്റി. ഇനി പോലീസ് വരുമ്പോൾ നോക്കാം. ഞാൻ ചവിട്ടി വിടാം. ഇനി ഒരു 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പൊസ്നാനിലെത്തും. പിന്നെ സീനില്ല. ഫുള്ള് ട്രക്കാണ്. ട്രക്കൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോവുക. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇവിടെ നല്ല ഡ്രൈവിംഗ് കൾച്ചറാണ് യൂറോപ്പിൽ പൊതുവെ. നിർത്തി തരും, പൊയ്ക്കോ 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 എന്ന് പറഞ്ഞിട്ട്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും ഒരു പറയും പൊയ്ക്കോ എന്ന് പറയും. ഇപ്പോൾ ഒരു റോഡ് മൊത്തം ക്ലീൻ ആക്കാന്ന് തോന്നുന്നു.
നല്ല അടിപൊളി സ്ഥലം. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, നല്ലൊരു ലേക്കാണ്. ഇത് ഹൈവേ ആണെന്നാ തോന്നുന്നത്, മൊത്തം ട്രക്കാണ്. നോക്കിയിട്ട് കാര്യമില്ല. എനിക്കൊന്ന് അവിടേക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല. പഴയ ബിൽഡിങ്ങുകളാണ്. പൊസ്നാനിൽ എത്തിയിട്ടില്ല. പൊസ്നാനിലേക്ക് ഇനിയും ഉണ്ടൊരു 10-12 കിലോമീറ്റർ. പൊസ്നാൻ എത്തുന്നതിന് മുമ്പ് ഉള്ളൊരു ചെറിയൊരു ടൗണാണിത്. പെട്ടെന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെയാണ് എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്. അല്ല, ഞാനൊരു റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ വേണം പോവാൻ. ഇവിടെ മറ്റേ റാമ്പില്ല, അതിന് പകരം സ്റ്റെപ്പാണ്. സ്റ്റെപ്പുമ്പോൾ കൂടെ ഈ 19 കിലോ ഉള്ള ഈ ഒരു ബൈക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി കയറ്റുന്ന കാര്യമാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് അതാ അവിടെ കയറ്റണം. ഓ, ഇവിടെ റോഡുണ്ട്, പിന്നെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ടാസ്ക്. റെയിൽവേ ട്രാക്ക് ഉള്ളതുകൊണ്ടാണ്. റോഡ് മാത്രമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മോൾ കൂടെ തന്നെ ക്ലോസ് ചെയ്യായിരുന്നു. പക്ഷേ റെയിൽവേ ട്രാക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നോക്കട്ടെ ഇനി എവിടെ നിന്നാണ് കയറേണ്ടത്. അപ്പുറത്തൊരു ബ്രിഡ്ജാണ്. ഇതിലൂടെ കയറണ്ടേ? ആ, റെയിൽവേ ട്രാക്കാണിത്. ഇതിൻ്റെ അപ്പുറത്താണ്. ആ, ഓക്കെ. അപ്പോൾ ഈസിയായി. എന്നാൽ പിന്നെ ഇനി പൊക്കണ്ട, ഇത് കയറണ്ട, നേരെ അതിലൂടെ പോയാൽ മതി എന്ന് വിചാരിക്കുന്നു. ഫൈൻ. ഏകദേശം എത്താറായിട്ടുണ്ട്. ഒരു അമ്മൂമ്മ പൂക്കളൊക്കെ പിടിച്ചത് പോകുന്നു. കാട്ടിൽ നിന്ന് പറിച്ച പോകാൻ തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്ന്. ഇന്ന് ഫ്രൈഡേ ആണ്. 1 മണീൻ്റെ മുമ്പ് ഇവിടെ എത്തിയാൽ ഫ്രൈഡേ പ്രയർ കിട്ടും. ഞാനിതാ പൊസ്നാനിൽ എത്തിയിട്ടുണ്ട്. എത്തിയ ഉടനെ തന്നെ എനിക്ക് കിട്ടിയത് ഒരു മലയാളീനാണ്. ആപ് കിധർ സേ? കർണാടക. വേർ ഇൻ കർണാടക? ഐ എം സ്റ്റേയിങ് ഇൻ വിരാജ്പേട്ട്. നിങ്ങളെവിടെ? തൃശ്ശൂർ. പേരെങ്ങനെ? നജീബ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇവിടെ കുറേ ഡ്രൈവേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിങ്ങനെ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ബസ് ഡ്രൈവേഴ്സ് ഉണ്ട് മലയാളികൾ. അപ്പോൾ ഞാൻ പുള്ളിനോട് പറഞ്ഞു നമ്പർ കിട്ടുകയാണെങ്കിൽ ഒന്ന് എനിക്ക് അയച്ചാന്ന് പറഞ്ഞു. നേരത്തിട്ട് കാണാൻ പറ്റി. ഓക്കെ. അപ്പോൾ പള്ളിയിലേക്ക് ഞാൻ ലൊക്കേഷനിൽ വരാം. അവിടെ എത്താം. 1:30-ക്കല്ലേ? ഒറ്റ നിസ്കാരമാണോ ഉള്ളത്? അല്ല, ചില സ്ഥലത്ത് 2 ഉണ്ടാവും. ഒന്ന് കഴിഞ്ഞ് അതിനകത്ത് ആളില്ല. അവിടെ സൈക്കിൾ വെക്കാൻ സ്ഥലം ഉണ്ടാവും? സേഫാക്കി വെക്കാൻ പറ്റും? ലോക്കുണ്ട്, ഫുൾ സാധനങ്ങളാ. ഞാൻ വിചാരിച്ചത് പൊസ്നാൻ ചെറിയൊരു ടൗൺ ആയിരിക്കുന്ന, പക്ഷെ പൊസ്നാൻ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടാ. ചെറുതാന്നുള്ളൊരു ധാരണയിലായിരുന്നു. ചെറുതല്ല. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഗൂഗിൾ മാപ്പ് ഒന്ന് കറക്റ്റ് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്. ഇലകളൊക്കെ കണ്ടോ? ഒക്കെ നിറം മാറി ഇനിയൊക്കെ കൊഴിഞ്ഞു വീഴും. ഞാൻ വിചാരിച്ചത് പൊസ്നാൻ ചെറിയൊരു
ടൗൺ ആയിരിക്കുന്ന. പക്ഷേ ഞാൻ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടാ. ചെറുതാന്നുള്ളൊരു ധാരണയിലായിരുന്നു. ചെറുതല്ല. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഗൂഗിൾ മാപ്പ് ഒന്ന് കറക്റ്റ് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്. ഇലകളൊക്കെ കണ്ടോ, ഒക്കെ നിറം മാറി ഇനിയൊക്കെ കൊഴിഞ്ഞു വീഴും. ഇനി തണുപ്പ് തുടങ്ങാൻ പോവല്ലേ, തുടങ്ങിയല്ലോ. ഇങ്ങനെ കൂടി 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 മൈനസിലേക്ക് എത്തും. അപ്പോഴേക്ക് നമുക്ക് ഇവിടുന്ന് കഴിച്ചിലാവണം. തണുപ്പത്ത് സൈക്കിൾ ഓടിക്കാൻ കഴിയില്ല. കാരണം സൈക്കിളൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ വഴിയിൽ ക്യാമ്പ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ജീവൻ കാണില്ല. ഐസിലൊന്നും അങ്ങനെ കിടക്കാൻ കഴിയില്ല. കിടന്നാൽ ഉറക്കം വരില്ല. വേറൊരു കാര്യം, അടിപൊളി. അല്ല, ഇതെങ്ങനെ കിടക്കുക? ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, അത് കിടക്കണമെങ്കിൽ എയർപോർട്ടിലൊക്കെ പോയതും അതിരി ഒരു സംഭവമാണ്. കുറേ സൈക്ലിസ്റ്റുകളുണ്ട് കമ്പനിക്ക്. ഇതെന്ത് ട്രെയിനിൻ്റെ ചെറിയ റെയിലാണല്ലോ. താറാവിന് ഫുഡ് കൊടുക്കാൻ. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وصفيه وخليله بلغ الرساله وادى الامانه ونصح الامه وكشف الامه وجاهد بالله حق جهاده حتى اتاه اليقين. എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. പള്ളി പോയി കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചത്, പള്ളിയുടെ തൊട്ടടുത്ത്. സാധാരണ വാർസോയിൽ പള്ളിയുടെ പുറത്ത് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല, പള്ളി ഉള്ളിലേക്കാണ്. അങ്ങനെതാ ഞാനിപ്പോൾ ഉള്ളത് താലി റെസ്റ്റോറൻറ്റിലാണ്. താലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാരുടെ റെസ്റ്റോറൻറ്റ്, നമ്മുടെ ചന്തുബായുടെ റെസ്റ്റോറൻ്റാണ്. ആന്ധ്ര സ്വദേശിയാണ് ചന്തുഭായ്. പുള്ളിക്ക് ഇവിടെ വാർസോയിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പുള്ളിക്ക് കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. വാർസോയിൽ ഉള്ള റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ഇന്ത്യ ഗേറ്റ്. പുള്ളി നല്ല സപ്പോർട്ടാണ്. പുള്ളി പറഞ്ഞതാണ് എന്നോട്, ഇവിടെ പൊസ്നാനിൽ വരുമ്പം താലി റെസ്റ്റോറൻറ്റിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കയറിയേക്കാം. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ല. എന്തെങ്കിലും ഒന്ന് കഴിക്കണം, കഴിച്ചില്ലെങ്കിൽ പണി പാളും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. ഇത് സൈക്കിൾ ഇപ്പോൾ എവിടെ വെക്കുക എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. സൈക്കിൾ വെക്കാനൊരു സ്പേസ് കാണുന്നില്ല, അതാ പ്രശ്നം. സൈക്കിൾ താഴെ വെച്ചിട്ട് അവിടെ എവിടെയെങ്കിലും ഇരുന്നാലോ, കാണുന്ന രീതിയിൽ, അതായിരിക്കും നല്ലത്. അല്ലാതെ സൈക്കിൾ ഇവിടെ വെക്കാനൊന്നും സ്പേസ് ഇല്ല. സ്വാമി എന്താ നമസ്തേ. ഹായ്. നല്ല അടിപൊളി ബിരിയാണിയാണ്. ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം എനിക്ക് നോക്കിയാൽ എൻ്റെ സൈക്കിൾ കാണാൻ പറ്റും. മറ്റേ യൂറോപ്പിൽ ഇങ്ങനെ പുറത്ത് സൈക്കിൾ വെച്ചിട്ട് പോകാൻ പാടില്ല. ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല. ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് എനിക്ക് നേരെ കാണാം സൈക്കിൾ ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇവിടെ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചത്. ഇവരാണ് ഇതിൻ്റെ ഷെഫ്. അപ്പോൾ ना आपका नाम क्या है? राम सिंह. फूड अच्छा था, वेरी टेस्टी. I am waiter, Lakshman. Lakshman. Chef. Kitchen helper. No, your name? Mahyuddin Sheikh.
ഉത്തരാഖണ്ഡ്, രണ്ടാൾ ഉത്തരാഖണ്ഡാണ്. വൈറ്റ് ഇട്ട രണ്ടാൾ ഉത്തരാഖണ്ഡാണ്. റെഡ് ഇട്ട യു ഫ്രോം കൊൽക്കത്ത, ഹൈദരാബാദ്. അങ്ങനെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ ഇവർ നല്ല സപ്പോർട്ടായിരുന്നു. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക്സ് അലോട്ട്. ഹായ്. അങ്ങനെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എത്തി. നല്ല ക്ഷീണമുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ ലോങ് റൈഡ് വിതൗട്ട് ഫുഡ്, ഫുള്ളി എക്സോസ്റ്റഡ് ആയി. ഇപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച ആ ഫുഡാണുള്ളത്. അപ്പം സിബി അറേഞ്ച് ചെയ്ത് തന്ന എൻ്റെ ഇവിടുത്തെ സ്റ്റേ നല്ല അടിപൊളി സ്റ്റേ ആണ്. നല്ല അടിപൊളി അപ്പാർട്ട്മെൻറ്റാണ്. ഇതാണ് സംഭവം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു അപ്പാർട്ട്മെൻറ്റ്. നല്ല വലിയ ഹാള്, വലിയ ടി വി, ഒരു ഓപ്പൺ കിച്ചൺ. ഹായ് ബ്രോ, എന്താ പേരെന്താ? സഫാൻ. നാട്ടിലെവിടെയാ? മലപ്പുറം. എവിടെ? നിലമ്പൂര്. ചന്തക്കുന്നൊക്കെ എടുത്താ? ചന്തക്കുന്നാണ്. എന്നിട്ടാ നമ്മുടെ സ്വന്തം ചന്തക്കുന്നുകാരനാണ്. നല്ല നിലമ്പൂർ സ്റ്റൈല് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക്. പക്ഷെ ഞാൻ വിശന്നിട്ട് ഞാനൊരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് അടിച്ചു. ഇനിയിപ്പോൾ ഏതായാലും രാത്രി തട്ടത് ചിക്കൻ കറിയും ചോറും. കുക്കിംഗ് ഒക്കെ ഇവിടുന്ന് പഠിച്ചാണോ നാട്ടിൽ നിന്ന് അറിയായിരുന്നോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഈ ഒരു ബാൽക്കണിയാണ്. അടിപൊളി ബാൽക്കണി. എന്ത് രസമാണെന്നറിയോ? എൻ്റെ സൈക്കിൾ കണ്ടോ? ഇത് വെക്കാനായിട്ട് ഉണ്ടാക്കിയത് പോലത്തെ ഒരു ബാൽക്കണി. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നമുക്കൊരു റൂഫിൽ താമസിക്കുന്ന അതേ ഫീല് കിട്ടും ഇവിടെ താമസിക്കുമ്പോൾ. ചെറിയ ബാൽക്കണിയല്ല, നല്ല മഞ്ഞൊക്കെ വീഴുന്ന സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായിരിക്കും. നമുക്ക് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മഞ്ഞിലേക്ക് ഇറങ്ങാം. അങ്ങനെയുള്ള അടിപൊളി സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായത് ഈ ഒരു റൂം. സെറ്റപ്പ് റൂമാണ്. സൈക്കിൾ വെക്കാനാണ് അടിപൊളി സ്ഥലം. സൈക്കിളൊന്ന് സർവീസ് ചെയ്താലോ ഇവിടെ കുത്തിന്. ഇവിടെ അതാകുമ്പോൾ നല്ല സൗകര്യത്തിൽ സർവീസ് ചെയ്യാം. ആ ബിൽഡിങ്ങും എല്ലാം ഇതേപോലെ തന്നെയാണ്. അടിപൊളി സ്ഥലം. ഏറ്റവും മുകളിലുള്ള റൂമിന് ഇതുപോലെ ബാൽക്കണി ഉണ്ടാകും. താഴത്തെ റൂമൊക്കെ ക്ലോസ്ഡ് ബാൽക്കണിയാണ്. ഈ 2 ദിവസം ഞാനിവിടെ സ്പെൻഡ് ചെയ്യാൻ പോവുക. ഈ ബാൽക്കണിയൊക്കെ രാത്രി ഒന്ന് ഞാൻ ആസ്വദിച്ച് നോക്കട്ടെ. ഇവിടെ ടെൻ്റ് അടിച്ച് കിടന്ന് ഉറങ്ങിയാലോ ബാൽക്കണിയിൽ. എന്തായാലും ഇതാണ് പൊസ്നാൻ ഓൾഡ് ടൗണിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ അത്. ഓൾഡ് ടൗൺ ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് ഓൾഡ് ടൗണിലേക്ക്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആവട്ടെ. ഞാൻ വരുന്ന വകയിൽ ഇവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ റെസ്റ്റോറൻറ്റ് കയറി ഫുഡൊക്കെ അടിച്ചു. ഇവിടെ ചിക്കൻ കറിയും നെയ്ച്ചോറും. ഞാനിപ്പോൾ ഒന്നും കൂടി കൈ വെക്കട്ടെ. ഫുഡ് സാധാരണ കിട്ടാനില്ല, കിട്ടുമ്പോൾ വേണ്ടാന്ന് അറിയണ്ടേ. എന്തായാലും ഒന്നും കൂടി കൈ വെക്കട്ടെ.